ബാറുകൾ ഇന്നു മുതൽ രാത്രി 12 മണി വരെ, 11 മണി മുതൽ 11 മണി വരെ എന്ന സമയക്രമമാണ് സർക്കാർ 2 മണിക്കൂർ നീട്ടിയത്. രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയാകും ഇനി മുതൽ ബാറുകൾ പ്രവർത്തിക്കുക. കാലങ്ങളായി ബാർ ഉടമകൾ ഉന്നയിക്കുന്ന ആവശ്യം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് യാഥാർത്ഥ്യമാക്കിയതിന്റെ ലക്ഷ്യമെന്താണ്? തെരഞ്ഞെടുപ്പ് ഡീൽ എന്ന സംശയമാണ് KCBC ഉയർത്തുന്നത്. ബാർ മുതലാളിമാർക്കൊപ്പമാണ് സർക്കാരെന്നും ഇപ്പോൾ തീരുമാനം പ്രഖ്യാപിച്ചത് സംശയകരമെന്നും ഓർത്തഡോക്സ് സഭയും പ്രതികരിച്ചു. ആ പ്രതികരണങ്ങളിലേക്കാണ് ആദ്യം. വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ സംസ്കാരത്തെയും ഒരു തലമുറയെയും വിറ്റിട്ട് ഖജനാവ് വീർപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിന് അപമാനകരമാണ്, ലജ്ജാകരമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തലമുറയെ ഇല്ലാതാക്കുകയാണ്, കേരളത്തിൻ്റെ തനതായ സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണ്. വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ഇവരുടെ മദ്യനയം ജനങ്ങളെ കബളിപ്പിക്കലാണെന്നും ആർക്ക് വേണ്ടിയാണെന്നും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പ്രതിപക്ഷത്തിന്റെ തലയിൽ ഇത് കെട്ടിവെക്കേണ്ട, ഭരണകക്ഷിക്ക് തന്നെയാണ്, മന്ത്രിക്ക് തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം. പ്രതിപക്ഷത്തെ പഴിയാരി രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയില്ല. പ്രതിപക്ഷത്തിന് ഇതിൽ യാതൊരു അറിവുമില്ല, യാതൊരു പിന്തുണയും ഇക്കാര്യത്തിലില്ല. എന്നാൽ പ്രതിപക്ഷത്തിനെല്ലാം നേരത്തെ അറിയാമായിരുന്നുവെന്നും സമയം നീട്ടുന്നതിനോട് അവർക്ക് അനുകൂല നിലപാടായിരുന്നുവെന്നുമാണ് മന്ത്രി MP രാജേഷിന്റെ മറുപടി. അതുകൂടി കേൾക്കാം. ഫയല് നടപടിക്രമങ്ങൾ പാലിച്ച് യഥാർത്ഥത്തിൽ വൈകുകയാണ് ചെയ്തത്, വേഗത്തിലല്ല നീങ്ങിയത്. കുറച്ച് കൂടുതൽ കാലതാമസം ഉണ്ടാവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒക്ടോബറിൽ തീരുമാനമുണ്ടാകുമായിരുന്നു. പ്രതിപക്ഷത്തിന് ഇതറിയാമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാനിപ്പോൾ പറയുന്നില്ല. മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ്. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി തത്സമയം വൻ വാർത്തയിൽ. ശ്രീജിത്ത്, ഇതിലിപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന ഒരു വിവരത്തിൽ നമുക്ക് തുടങ്ങാം. നേരത്തെ MP രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോൾ തുടങ്ങിയതല്ല ഈ നീക്കം എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ഒക്ടോബർ മുതൽ തുടങ്ങിയതാണ്. പക്ഷേ അത് ഫയൽ നീക്കം വൈകിയത് കൊണ്ട് നടപ്പിലാകാൻ കാലതാമസമെടുത്തു എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 5 മാസം മുൻപ് തന്നെ ഇതിന്റെ നടപടികളിലേക്ക് പോയതാണ്. അങ്ങനെ ഒരു തീരുമാനം അന്ന് സർക്കാർ കൈക്കൊണ്ടതാണ് എന്നതാണോ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്? ഇതൊരു തെരഞ്ഞെടുപ്പ് ഡീൽ എന്നുള്ള വാദം അങ്ങനെയെങ്കിൽ അത് പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയാണോ നമ്മൾ കാണുന്നത്? അനുജ, 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള മദ്യനയം അംഗീകരിക്കാൻ വരുമ്പോൾ തന്നെ ഈ മൈസ് ടൂറിസം നടക്കുന്ന മേഖലകളിൽ കാര്യമായ ഇളവ് നൽകണമെന്നും ഒപ്പം തന്നെ ഈ ഡ്രൈ ഡേ അടക്കമുള്ള നിബന്ധനകൾ ഒഴിവാക്കണമെന്നുമുള്ള ആവശ്യം ശക്തമായി ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു അടക്കമുള്ള ആളുകൾ ഡ്രൈ ഡേ പിൻവലിക്കണമെന്ന ആവശ്യം അക്കാലത്ത് അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന കാലത്ത് തന്നെ സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു. വളരെ പരമ്പരാഗതമായ ഒരു കാഴ്ചപ്പാട് ഈ മദ്യനയത്തോട് പുലർത്തുന്നത് ടൂറിസം മേഖലയ്ക്ക് ഒട്ടും ഗുണകരമാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഈ നിലപാടിലേക്ക് വന്നത്. എന്നാൽ ആ ഘട്ടത്തിൽ ഡ്രൈ ഡേ പിൻവലിക്കാനും ഈ ടൂറിസം മേഖലകളിൽ ബാറുകൾ പ്രവർത്തിക്കാനുള്ള സമയപരിധി രാത്രി 12 മണിയാക്കിയത് സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കാനും സർക്കാർ തയ്യാറായിരുന്നില്ല. അത് വിവാദത്തെ ഭയന്ന് ആ ഘട്ടത്തിൽ സർക്കാർ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് ഒക്ടോബറിൽ തുടങ്ങിയ നീക്കം വളരെ മന്ദഗതിയിലായി അല്ലെങ്കിൽ ആ കാലത്ത് തടസ്സപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് ഇപ്പോൾ നടക്കുന്നത് 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനമാണ്. 15ാം കേരള നിയമസഭയുടെ 15ാം സമ്മേളനത്തിൽ പ്രതിപക്ഷത്ത് നിന്ന് ഈ ഒരു ആവശ്യത്തോട് അനുകൂലമായ ചില പ്രതികരണങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് വന്നുവെന്നും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിലേക്ക്, ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത് എന്നുമാണ് എക്സൈസ് വകുപ്പ് വിശദീകരിക്കുന്നത്. അതിൻ്റെ സൂചനകളാണ് എക്സൈസ് മന്ത്രി MP രാജേഷ് തളിപ്പറമ്പിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നൽകിയതും. അപ്പോൾ പ്രതിപക്ഷത്തിനും ഇക്കാര്യത്തിൽ വിയോജിപ്പില്ല എന്ന് കണ്ടതോടുകൂടിയാണ് സർക്കാർ ഈ തീരുമാനത്തിലേക്ക് വന്നത് എന്നാണ് എക്സൈസ് വകുപ്പിൻ്റെ കൃത്യമായ വിശദീകരണം. മാന്യത എല്ലാവർക്കുമുണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് സംസാരിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട നിലപാട് അറിയിച്ചത് എന്ന കാര്യം തൽക്കാലം താൻ വെളിപ്പെടുത്തുന്നില്ല. ആ മര്യാദ ഇങ്ങോട്ടും ഉണ്ടാകണം, ഉണ്ടായില്ലെങ്കിൽ എന്നുള്ള ഒരു സൂചന കൂടി രാജേഷിൻ്റെ പ്രതികരണത്തിലുണ്ട്. അപ്പോൾ അടുത്ത ഘട്ടമായി ഒരുപക്ഷെ സർക്കാർ തങ്ങളോട് ആരാണ് പ്രതിപക്ഷത്ത് നിന്ന് സംസാരിച്ചത് എന്ന കാര്യം വെളിപ്പെടുത്തുകയും ചെയ്യും. അല്പം മുമ്പ് നമ്മൾ നൽകിയ പ്രതികരണത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷം അത്തരമൊരു നീക്കത്തെ പിന്തുണച്ചിട്ടില്ല, ആരും സംസാരിച്ചിട്ടില്ല, തങ്ങൾക്ക് അക്കാര്യത്തിൽ അറിവില്ല എന്ന കാര്യം പറഞ്ഞു. എന്നാൽ സർക്കാരാകട്ടെ മറിച്ചൊരു വാദമാണ് ഉന്നയിക്കുന്നത്. പ്രതിപക്ഷത്ത് നിന്ന് അനുകൂല സമീപനം വന്നു, അത് ഇപ്പോൾ മാന്യത കൊണ്ട് പറയാതിരിക്കുന്നു എന്നൊരു സമീപനമാണ് പൊതുവിൽ ഇക്കാര്യത്തോട് സർക്കാരും എക്സൈസ് വകുപ്പും സ്വീകരിക്കുന്നത്. അനുജ.
ഇതിൽ ശ്രീജിത്ത്, ഇപ്പോൾ നമ്മൾ രാവിലെ KPCC അധ്യക്ഷന്റെ പ്രതികരണം കാണുമ്പോൾ അതിൽ അവ്യക്തതയുണ്ട് സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങളിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാർ തീരുമാനം മാറ്റണം എന്നുകൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുമ്പോൾ കൃത്യമായൊരു നിലപാട് പറയാതെ എന്നാൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടൊക്കെയുള്ള തരത്തിൽ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ പ്രതിപക്ഷം കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. അവർക്കതിന് കൃത്യമായി തന്നെ മറുപടി പറയേണ്ടി വരും. അനുജ, തീർച്ചയായും ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണത്തിൽ അദ്ദേഹം ഈ തീരുമാനത്തിൽ അതിവേഗം ആരോപിക്കുകയും ദുരൂഹത ആരോപിക്കുകയും മാത്രമാണ് ചെയ്തത്. എന്നാൽ ബാറുകളുടെ പ്രവർത്തന സമയം ടൂറിസം മേഖലയിൽ രാത്രി 12 മണി വരെ ആയിരുന്നത് മറ്റ് സംസ്ഥാനത്തെ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുന്ന തീരുമാനത്തെ അദ്ദേഹം ചോദ്യം ചെയ്തില്ല. ആ തീരുമാനം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്ത് നിന്ന് ഇത്തരമൊരു സമീപനം ആരാണ് മുന്നോട്ട് വെച്ചത് എന്ന ചോദ്യം വരുമ്പോൾ, അല്ലെങ്കിൽ പ്രതിരോധത്തിലാവുമ്പോൾ പ്രതിപക്ഷത്തിന് അക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണം നടത്തേണ്ടി വരും. അതിനവർ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ എക്സൈസ് മന്ത്രി MV രാജേഷിന്റെ പ്രതികരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രതിപക്ഷത്തിന് ഈ മദ്യശാലകൾ പ്രവർത്തിക്കുന്ന സമയം ദീർഘിപ്പിക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നെങ്കിൽ അത് സർക്കാരിന് മുന്നിൽ വെച്ചത് ആര് എന്ന ചോദ്യം കൃത്യമായി ഉയരുന്നു. ആ ചോദ്യത്തിന് അവർക്ക് മറുപടി നൽകേണ്ടി വരും. എന്നാൽ പ്രതിപക്ഷത്തെ എല്ലാവർക്കും ഇതേപ്പറ്റി, ഈ ഒരു നീക്കത്തെപ്പറ്റി അറിവുണ്ടായിരുന്നോ എന്ന തരത്തിലുള്ള സംശയങ്ങളുമുണ്ട്. അതാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത്. തങ്ങൾക്ക് അറിവില്ല എന്ന് സണ്ണി ജോസഫ് പറയുമ്പോൾ പിന്നെ ആരാണ് ഈ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയത് സർക്കാരിനോട് എന്ന ചോദ്യം വരുന്നു. ആ ചോദ്യത്തിനാണ് പ്രതിപക്ഷത്ത് നിന്ന് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. ഇനി മറ്റൊന്ന്, ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രി ഈ സമയം ദീർഘിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം അങ്ങനെയൊന്നല്ല ഉണ്ടായിട്ടുള്ളത്, ഏകീകരിക്കുകയാണ് ചെയ്തത് എന്നതാണല്ലോ മന്ത്രി MV രാജേഷ് പറഞ്ഞത്. ഇതിനോടകം തന്നെ ടൂറിസം കേന്ദ്രങ്ങളിലെ സമയം 12 മണി വരെ ആയിരുന്നു. അതിൽ വിവേചനം പാടില്ല, എല്ലാ മേഖലകളിലേക്കും അങ്ങനെ മാറ്റി. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ടൂറിസം ലക്ഷ്യമിട്ടാണ്, ഇതൊരു വ്യവസായമാണ് എന്ന് പറയുകയാണ്. അതിനോടൊപ്പം തന്നെ മദ്യവർജനം എന്നത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു വിരോധാഭാസവുമുണ്ട്. അനുജ, ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ മദ്യനയത്തിലെ തീരുമാനപ്രകാരമാണ് സംസ്ഥാനത്തെ ടൂറിസം മേഖലകളിൽ, പ്രത്യേകിച്ചും മൈസ് ടൂറിസം നടക്കുന്ന മീറ്റിംഗ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസ്, എക്സിബിഷൻ തുടങ്ങിയ അതിനെയാണ് മൈസ് ടൂറിസം എന്ന് പറയുന്നത്. അത്തരം ഈവൻറ്റുകൾ നടക്കുന്ന മേഖലകളിൽ, ടൂറിസം മേഖലകളിലെ മദ്യശാലകളുടെ പ്രവർത്തന സമയം രാത്രി 12 മണി വരെയായി നിശ്ചയിച്ചത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. അങ്ങനെയുള്ള ഒരു തീരുമാനം ഉണ്ട് നിലവിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ചും മൂന്നാർ, വർക്കല തുടങ്ങിയ ടൂറിസം മേഖലകളിലൊക്കെ തന്നെ ബാറുകൾക്ക് രാത്രി 12 മണി വരെ പ്രവർത്തിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ ആ തീരുമാനത്തെ സംസ്ഥാനമാകെ വ്യാപിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നത് സാങ്കേതികമായി ശരിയാണ്. എന്നാൽ സംസ്ഥാനത്തെ ടൂറിസം മേഖലകളായി നോട്ടിഫൈ ചെയ്തിരിക്കുന്ന മേഖലകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിന് വലിയ തോതിലുള്ള ഒരു സംസ്ഥാന വ്യാപകമായി ഈ ബാർ സമയം ദീർഘിപ്പിക്കൽ നടപ്പിലാക്കുമ്പോൾ അതിന് വലിയ തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ടൂറിസം മേഖലകൾ മാത്രമായിരുന്നത് സംസ്ഥാന വ്യാപകമാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ബാർ സമയം കൂട്ടിയെന്ന് പറയുന്ന അർത്ഥമില്ല എന്ന എക്സൈസ് മന്ത്രിയുടെ വാദം സാങ്കേതികമായി ശരിയാണെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. എന്നാൽ ബാറുകളുടെ പ്രവർത്തന സമയം പരക്കെ 12 മണി വരെ ആകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്രൈസ്തവ സഭകൾ, ഒപ്പം മറ്റ് മദ്യവിരുദ്ധ സംഘടനകൾ തുടങ്ങിയവർ ഉന്നയിക്കുന്ന ആശങ്ക മദ്യവ്യാപനം കൂടുതലാകും, രാത്രി അക്രമ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ ക്രമസമാധാന രംഗത്ത് തന്നെ അടക്കം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയാണ് അവർ പൊതുവിൽ പ്രകടിപ്പിക്കുന്നത്. അതാണ് വിമർശനവുമായി സഭകൾ, വിവിധ സഭാ നേതൃത്വം, ഒപ്പം തന്നെ പ്രതിപക്ഷവും രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. മന്ത്രി ഒരു വെളിപ്പെടുത്തൽ അല്പസമയം മുൻപ് വാർത്താ സമ്മേളനത്തിൽ നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ അറിവോടെയാണ് ഇത് എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായി മറുപടി നൽകേണ്ടത് പ്രതിപക്ഷമാണ്. എന്നാൽ സഭകൾ പിണങ്ങിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.